പ്രവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, വിദേശകാര്യമന്ത്രി. ആ ഒരൊറ്റ പേര് തീർച്ചയായും സ്ട്രോങ് ആയ ഒരു ലേഡിയായിരുന്നു, വളരെ സ്ട്രോങ്. ഒരേ സമയം ചിരിക്കുകയും സ്നേഹിക്കുകയും കാരുണ്യം പ്രകടിപ്പിക്കുകയും അതേസമയം നിലപാടുകളിൽ ഉറച്ച് ഭരണനിർവഹണത്തിൽ കൃത്യതയും വ്യക്തതയും പാലിച്ച സുഷമ സ്വരാജ് എല്ലാവർക്കും തികച്ചും ഒരു മാതൃഭാവം. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭാരതം മറ്റ് രാജ്യങ്ങളുമായി അവരുമായിട്ടുള്ള ആ ഒരു ഉഭയകക്ഷി ബന്ധമൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന, അല്ലേ, അത്തരം നടപടികൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. അതായത് വളരെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ അതിൽ മൂർച്ച കൂടിയ വാക്കുകൾ ഉപയോഗിക്കുക. അത് വളരെ കൃത്യതയുള്ളൊരു നേതാവായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു സുഷമ സ്വരാജ്. അപ്പോൾ സുഷമ സ്വരാജ് ഭാരത രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാമുഖമായിരുന്നു, പ്രവാസികളുടെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. ഇന്ന് മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ 7ാം ഓർമ്മ ദിനമാണ്. നയതന്ത്രത്തിന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതിയ ഭാവം നൽകിയ BJP നേതാവായിരുന്നു സുഷമ. ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രി, ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായും ലോക്സഭയിലെ ധീരയായ പ്രതിപക്ഷ നേതാവായും പാർലമെന്റിനെ വിറപ്പിച്ച വാഗ്മി. ആ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി. ഭരണാധികാരിയുടെ കർക്കശ നിലപാടുകൾക്കും ഒരമ്മയുടെ വാത്സല്യത്തിനും ഒരുപോലെ ഒരിടം കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ച അപൂർവ രാഷ്ട്രീയ നേതാവ്, BJPയുടെ ജനകീയ മുഖം സുഷമ സ്വരാജ്. പാർലമെന്റിൽ എതിരാളികളെ വിറപ്പിച്ച വാഗ്മിയായും പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് ആശ്വാസത്തിന്റെ തണലായും അവർ ജീവിച്ചു. 1977 വെറും 25-ാം വയസ്സിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിയായി രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച വ്യക്തി. 1998 ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തു. ചെറിയൊരു കാലയളവിലേക്ക് മാത്രമായിരുന്നു ആ പദവിയെങ്കിലും ഡൽഹിയുടെ ഭരണചരിത്രത്തിൽ ഒരു സ്ത്രീയുടെ കരുത്ത് അടയാളപ്പെടുത്താൻ അവർക്കായി. പിന്നീട് ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ കൃത്യതയോടെ വിമർശിച്ച ജനപ്രതിനിധിയായവർ മാറി. 7 തവണ ലോക്സഭാ MP-യായും 5 തവണ MLA ആയും ജനങ്ങളെ സേവിച്ചു. എന്നാൽ സുഷമ സ്വരാജ് എന്ന നേതാവിനെ ഭാരതീയരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് 2014 മുതൽ 2019 വരെ അവർ നിർവഹിച്ച വിദേശകാര്യമന്ത്രി എന്ന ചുമതലയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആ പദവിയിലെത്തുന്ന ആദ്യ വനിത. നയതന്ത്രത്തിന്റെ അടച്ചിട്ട മുറികളിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരന്റെ വിരൽ തുമ്പിലേക്ക് അവർ എത്തിച്ചു. ട്വിറ്റർ ഡിപ്ലോമസി എന്ന പുതിയ ശൈലിയിലൂടെ വിദേശത്തെവിടെയെങ്കിലും ഒരു ഭാരതീയൻ കണ്ണീരണിഞ്ഞാൽ ആ സന്ദേശത്തിന് തൊട്ടു പിന്നാലെ സഹായവുമായെത്തി. നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിയാലും ഇന്ത്യൻ എംബസി രക്ഷയ്ക്കെത്തുമെന്ന് അവർ നർമ്മത്തോടെ പറഞ്ഞ വാക്കുകളിൽ രാജ്യത്തിന്റെ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. യമൻ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ നിന്ന് ഓപ്പറേഷൻ രാഹത്ത് വഴി 10,000-കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയതും പാകിസ്ഥാനിൽ നിന്ന് ഗീത എന്ന പെൺകുട്ടിയെ ഭാരതത്തിലെത്തിച്ചതുമെല്ലാം സുഷമയിലെ സ്നേഹനിധിയായ അമ്മയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തു. സുഷമ സ്വരാജ് എന്നാൽ ഒരു വിദേശകാര്യമന്ത്രി മാത്രമല്ല, അതിർത്തികൾക്കപ്പുറമുള്ള പ്രവാസികളുടെ അമ്മ കൂടിയായിരുന്നു. BJPയെ സാധാരണക്കാരുമായി അടുപ്പിച്ച നേതാക്കളിൽ പ്രമുഖയായിരുന്നു. സ്നേഹത്തിന്റെ, കരുത്തിന്റെ, കാരുണ്യത്തിന്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം. ന്യൂസ് ഡെസ്ക്, ജനം.